ഹായ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നതാണ്. ഞങ്ങൾ കാടാമ്പുഴ അമ്പലത്തിലേക്ക് പോവാണ്. കാടാമ്പുഴ അമ്പലം ഞങ്ങളുടെ ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. വേറെ ഒരാളും കൂടി ഉണ്ട് ഞങ്ങളെ കൂടെ. ഇപ്പം കാണിച്ചു തരാം. അതാ സുമി ഉണ്ട്. ഹായ്. അപ്പം സുമിയും അമ്മും ഞാനും ഞങ്ങൾ കുട്ടികളും കൂടിയാണ് പോണത്. ഞങ്ങൾ ബസ്സിനാണ് ഗൈസ്. അപ്പം ഞങ്ങൾ 8:50 ഞങ്ങളുടെ ഇവിടുന്ന് ഒരു ബസ് ഉണ്ട് കാടാമ്പുഴയ്ക്ക് നേരിട്ടിട്ട്. അപ്പം ഞങ്ങൾ ആ ബസ്സിനാണ് പോണത്. ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് റോട്ടിലേക്ക്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അമ്മൂൻ്റെ കയ്യിൽ ഒരു കവറിൽ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ട്. ഞങ്ങൾ മുട്ടറക്കാൻ കൂടി വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കാടാമ്പുഴ ക്ഷേത്രത്തിൽ വെച്ചിട്ട് മുട്ടറക്കാനാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അനുട്ടി ഉണ്ട് ഇവിടെ. അനുവിടെ അനുണ്ട്. ഇതാ ഗൈസ് ഒരു ബൈക്ക് ഗൈസ്, ബൈക്ക്. ഞങ്ങളിതങ്ങനെ നടന്ന് റോഡെത്താറായിട്ടുണ്ട്. അമ്മൂസ് എന്താണ് കുറേ ദിവസമായല്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്? വീഡിയോ ഓരോരുത്തരെ വീട്ടിലല്ലേ പണി. ഞങ്ങളിപ്പം കുറേ ആയിട്ടോ ഒരുമിച്ച് വീട്ടിൽ കൂടിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ പിന്നെ കണ്ണനുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇടും. അപ്പോൾ കണ്ണനിപ്പോൾ നാട്ടിലില്ലാത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വീഡിയോയിലൊന്നും വരാത്തത്. അപ്പം ഇനി എന്തായാലും ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിഷയൊക്കെയല്ലേ വരുന്നത്. അപ്പം ഞങ്ങൾ ഓരോ വീഡിയോ ഒക്കെ ഉണ്ടാവും. പിന്നെ സുമി എന്താ പറയാനുള്ളത്? സുമി പൂരത്തിന് വന്നതാണ്. ഞങ്ങളുടെ അമ്പലത്തിൽ പൂരണ്ട്. നാളെയാണ് 10ാം തീയതി. ഞങ്ങൾ നാളെയാണ് ഞങ്ങളുടെ അമ്പലത്തിൽ പൂരം. അപ്പൊ പൂരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും അടിച്ചു പിരിയുന്നതാണ്. ഓരോരുത്തർ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോവും. നന്ദുട്ട ഗായ്സ് പറയ്, നന്ദു എങ്ങടെ പോണത്? അയ്യോ, തോക്ക് മേടിക്കാൻ പോവാണ് നന്ദു. നന്ദു വരുമ്പോ തന്നെ പറഞ്ഞു പൈസ കയ്യിൽ പിടിച്ചണില്ലേന്ന്. തോക്ക് അമ്പാട്ടിനെ തൊഴാൻ പോവല്ലേ? ഇങ്ങോട്ട് വരുമ്പോ തോക്ക് വാങ്ങി കൊടുക്കാൻ. അനുവിനെന്താ പറയാള്? അനു തോക്ക് വാങ്ങൂലേ? ഞങ്ങളിതാ നന്ദുവിന് എന്തോ പറയാണ്ട്. പറഞ്ഞ നന്ദു എന്താ പറയാള്? ഗൈസ് ഞങ്ങൾ റോഡ് എത്താറായില്ലേ? അനുട്ടി അമ്പാട്ടിയുടെ അടുത്ത് പോവാണ്. ഞങ്ങൾ റോഡ് എത്താറായില്ലേ? റോഡിന്റെ അവിടെ വീട് കാണാണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്ന് റോഡിന്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഞങ്ങൾ പൊളിക്കും. മറ്റേ ആപ്പിൾ ചാമ്പയ്ക്ക ഉണ്ട് ഇവിടെ ഒരു മരത്തില്. അപ്പൊ നമുക്കത് വേണമെങ്കിൽ പറിക്കാൻ ആരൊന്നും പറയൊന്നുമില്ല എന്നുള്ളൊരു പ്രതീക്ഷയില് ഞങ്ങളുടെ സ്വന്തം പോലെ ഞങ്ങൾ കൊണ്ടുനടക്കണതാണ്. അപ്പം അതില് ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെയാണ് കാലിയാക്കല്. പറഞ്ഞു നന്ദുവിന് പിന്നെ എത്തി ഗൈസ്. റോഡ് എത്തി ഗൈസ്. ഇതൊക്കെ കണ്ടോ? അതാ ഇതിൽ കുറേ പഴുക്കാനുണ്ടല്ലേ. ഇതൊന്നും ഫുള്ള് പഴുത്തിട്ടില്ല. പക്ഷെ ഇത് പഴുത്തിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊരു നിറം മാറിയാൽ തന്നെ നല്ല മധുരമുണ്ട്. ഇവിടെയൊക്കെ കുറേ പഴുത്ത് നിൽക്കുന്നുണ്ട്. കണ്ടോ? ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ? നല്ല മധുരമുണ്ട്. അതിന് കൊറേ കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോ കൊണ്ടോണ്ടേ? ബാഗിൽ വെക്കാ. വാ ഫോട്ടോ എടുക്കുക. എങ്ങനെയുണ്ട്? ഇത് നല്ലോണം നിറം മാറിയിട്ടില്ല, പക്ഷെ എന്നാലും മധുരം ഉണ്ടല്ലേ? എൻ്റെ അടുത്തുള്ളത് നല്ലോണം മാറിയിട്ടുണ്ട്. ഇത് നല്ല മധുരമുണ്ട്. സുമി പറഞ്ഞോ. എന്നും എടുക്കണം അല്ലേ? നമുക്ക് ഈ മരം അങ്ങോട്ട് പറിച്ചോണ്ട് പോയാലോ? അതെങ്ങനെ ഉണ്ടാവും? അച്ഛനെ ലോറിയിൽ കൊണ്ടുപോവാ.
പറിച്ചിട്ട് ലോറിയിൽ കൊണ്ടുപോവാണോ? അത് അടുത്ത വർഷം ആവുമ്പോ നമുക്ക് പിന്നെ വന്ന് പറിച്ചാ മതിയോ? അങ്ങനെ ചെയ്യാലേ? അതാ വീഴല്ലേ വീഴല്ലേ അമ്മോ, വീഴല്ലേ, നല്ല കേടത്തല്ലേ. അപ്പുറത്തെ സൈഡിലാണ്. ഞങ്ങളിതാ ചാമ്പയ്ക്കയുടെ ചോട്ടിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ബസ് വരുന്ന വരെ ഞങ്ങൾ ഇവിടെ കിടന്ന് തിരിയും. ഇത് കണ്ടോ, ഇതിലൊക്കെ നിറച്ചുണ്ട് കേട്ടോ, മുകളിലേക്കൊക്കെ നിറച്ചുണ്ട്. ഈ കാണുന്നതാണ് ചാമ്പയ്ക്ക മരം. ഇതാണ് ഞങ്ങളുടെ മെയിൻ റോഡ് വരുന്നത്. അപ്പൊ ഈ വഴി പോരുന്നവര് ഇത് അനുകരിക്കരുത്, ചാമ്പയ്ക്ക എടുക്കരുത്. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാവൂല, ഞങ്ങൾക്ക് മാത്രം എടുക്കാനുള്ളതാണ്. ഞങ്ങൾക്ക് മാത്രം എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്ലീസ് ഈ വഴിക്ക് പോരുമ്പോ ഇവിടെ ഇറങ്ങരുത്. പിന്നെ ഇവിടെ ഒരു ചിക്കുവിന്റെ മരം ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഞങ്ങൾ എടുക്കണില്ല, കാരണം എല്ലാം കൂടി കൈയിട്ട് വരണ്ടെന്നുള്ളൊരു തീരുമാനമാണ്. ഫുൾ സുമിയാണ് കേട്ടോ തേങ്ങ. ഞങ്ങളെ മുട്ടറക്കാനുള്ള തേങ്ങ ഫുള്ള് പിടിക്കുന്നത് സുമിയാണ്. അതുവരെ സുമിയാണ് പിടിക്കുക. വയർത്തു അതുവരല്ല, ബസ് കേറുന്ന വരെ സുമി പിടിക്കുന്ന പറഞ്ഞത്. ബസ് ഇറങ്ങുമ്പോ പിന്നെ സുമിയാണ് പിടിക്കുക. ആ, എനിക്കും അമ്മൂനും പിന്നെ ഓരോ കുട്ടികളെ പിടിക്കാനുണ്ടാവുന്നത് കൊണ്ട് ഞങ്ങൾ പിടിക്കുന്നതായിരിക്കൂല. അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. 43 ബസ് വന്നു. പെട്ടിയിലാണ് പോയിരുന്നത്. അപ്പൊ ഞങ്ങള് കാടാമ്പുഴ അമ്പലത്തില് ബസ് ഇറങ്ങി. ഞങ്ങള് ചാടാമ്പുഴ വരയിലാണ്. ചോറ് അപ്പൊ ഞങ്ങളങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി. ഫുഡ് കഴിച്ചു. ഫുഡ് ഒരു 1.5 ഫുഡായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിന്റെ ഫുഡ്? എത്ര വട്ടം വാങ്ങി? അന്തസ്സായിട്ട് പറയും.